നമ്മുടെ എടപ്പാൾ ഹോസ്പിറ്റലിൽ എൻ്റെ മോളൊരു 5 ദിവസം അഡ്മിറ്റായിരുന്നു. ചെറിയൊരു ഇൻഫെക്ഷൻ കാരണമാണ് അവൾ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവൾ 5 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് 25,350 രൂപയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്. പക്ഷേ നമുക്ക് ചിലവായതല്ല, ഹോസ്പിറ്റൽ ബില്ല് വന്നത്. പക്ഷേ നമ്മൾ പേ ചെയ്തത് 300 രൂപ മാത്രമാണ്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 25,000 രൂപ ആയതുകൊണ്ട് ആ എന്താ പറയുക, വലിയ തരക്കേടില്ലാത്തൊരു എമൗണ്ടാണ്. പക്ഷേ ഇതിലും വലിയൊരു എമൗണ്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു വെച്ച കാരണം നമ്മളത് 300 രൂപയിൽ ഒതുക്കി. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ബ്ലോക്ക് വന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, ഒരു പ്രധാനമന്ത്രിയുടെ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു 3 ലക്ഷം രൂപ എങ്ങാണ്ട് അതിൽ കിട്ടി. പക്ഷേ ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ റൂം റെൻറ്റ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റീസ്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മളൊരു വിരിച്ച കോട്ടൺ ഷീറ്റിന് വരെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാകുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എത്രയും പെട്ടെന്ന് എടുക്കണം, കാരണം നമ്മുടെ ഫാമിലിയിൽ അവർ സഫർ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ റിലേറ്റീവ്സിനായാലും അത്രയും പൈസ ഇറക്കാൻ അവരുടെ കയ്യിലില്ല. അപ്പോൾ ഇവർ ആ ഒരു എന്താ പറയുക, ആശുപത്രി കിടക്കുന്ന ടെൻഷൻ വേറെ, അതിൻ്റെ പുറമെ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ട് വേറെ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ്, പെട്ടെന്നല്ല, ഞാൻ ഒരുപാട് പഠിച്ച ശേഷമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തത്. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഫാമിലിയിലൊരു ലൈഫ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോട്ടെ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും വേണം. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല, ഞാൻ ഇൻഷുറൻസിന് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് ലൈഫ് ഇൻഷുറൻസിലാണ്, അല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. പക്ഷേങ്കിൽ നമുക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എടുത്തു വെക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളൊരു റൈഡറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതേ ഹെൽത്ത് ഇൻഷുറൻസിൽ. റൈഡർ വരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ദിവസവും 1000 രൂപ. ഇപ്പം നമ്മുടെ ബൈസ്റ്റാൻഡർക്കായിട്ട്, ഇപ്പോൾ നമുക്ക് കൂടെ നിൽക്കാൻ ആരും വരുന്നില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടും നമുക്കൊരാളെ വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ബൈസ്റ്റാൻഡർക്ക് ഒരു 1000 രൂപ അങ്ങനെ കിട്ടുന്ന രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മൾ ആ റൈഡറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ മോളുടെ ആ ഒരു വയ്യായി ഒഴികെ നമുക്ക് പൈസയുടെ കാര്യത്തിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ യാതൊരു ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 25,350 രൂപയുടെ നമുക്ക് ബില്ല് വന്നെങ്കിലും നമ്മൾ വെറും 300 രൂപ അവിടെ അടച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് അസുഖവും വരാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ആയിട്ടോ എങ്ങനെയും വരാം നമ്മുടെ ഫാമിലിയിൽ. അപ്പോൾ വരാണ്ടിരിക്കട്ടെ, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മുൻകൂട്ടിയിട്ട് ഒരു കരുതലെടുത്തുകൊണ്ട് ചെറിയൊരു എമൗണ്ടിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എന്തായാലും എടുത്തു വയ്ക്കാം. ഞാൻ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്, ചാടി കയറിയിട്ട് ഒന്നും പോയിട്ട് എടുത്തതല്ല. അതുകൊണ്ട് തന്നെ ചിലതിലൊക്കെ നമുക്കിപ്പം ഒരാൾ പറയുന്നത് കേട്ടു, എന്തായാലും നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഒരു 4,000 രൂപ എങ്കിലും നിങ്ങൾ അടയ്ക്കേണ്ടി വരും, കാരണം സിറിഞ്ചിൻ്റെ പൈസയും ബാക്കിയുള്ളതൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ എടുത്ത ഇൻഷുറൻസ് ഞാൻ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേപോലെ ദുബായിൽ നിന്നൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഷുറൻസ് തന്നെ എടുത്തത്. പിന്നെ അതേപോലെ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നൊരു സ്റ്റുഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു ഈ ഇൻഷുറൻസ് അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിത് എടുത്തത്. പിന്നെ ഇത് നല്ലൊരു ഇൻഷുറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ അധിക ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.